ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ കോമൺ ടോയ്ലറ്റ് ആയിരുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രീ ഫിക്സ്ഡ് പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വളരെ കോപ്പറേറ്റീവായി നമ്മുടെ കൂടെ നിന്ന് അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് അതങ്ങനെ ചെയ്യാമെന്ന് പറയും. നെഗറ്റീവാണ്, അതിൽ പ്രോബബ്ലി നല്ലതല്ലാന്ന് തോന്നുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്ത് അത് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ്. നമ്മളൊരു പ്ലാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിന് കോമൺ ടോയ്ലറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോമൺ ടോയ്ലറ്റ് ഏത് രീതിയിൽ യൂസ് ചെയ്യാമെന്ന് ചോദിച്ച സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായത്. അതായത് നേരെ അടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണുള്ളത്. ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു ഫോയർ സ്പേസ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്പേസിനെ കൺവേർട്ട് ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് കം സ്റ്റോറേജ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് കിട്ടിയത്. അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വ്യൂ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടായാലും നമുക്ക് ഈ ഒരു വ്യൂ മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഗുഡ് എർത്തിൻ്റെ കാലിക്കറ്റിലെ ബെയർഫുട്ട് ഓൺ ഹിൽസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഈ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ കപ്പിളാണ്. അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഫിനിഷിംഗ് നമ്മുടെ എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പൈനാപ്പിൾ പ്രോജക്ട്സും ബിയോണ്ടും കൂടിയാണ്. നമ്മുടെ ഈ ഒരു ഫോയർ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോയറിൽ ഇത്തരത്തിലുള്ള ഒരു യൂട്ടിലിറ്റി കൺസോൾ വേണമെന്നുള്ളതും അതുപോലെ തന്നെ ഒരു മിറർ യൂണിറ്റ് വേണമെന്നുള്ളതൊക്കെ ആയിരുന്നു റിക്വയർമെൻറ്റ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ ഡ്രോവർ അതുപോലെ തന്നെ ഷട്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഫിനിഷ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വുഡ് അല്ലെങ്കിൽ സോളിഡ് വുഡും വെനീറും ആയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ നമ്മൾ ഈ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലുള്ള ഒരു സർവീസ് എൻട്രി അതുപോലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗസ്റ്റ് ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമ്മുടെ അപ്പാർട്ട്മെന്റ് ലേഔട്ടിൽ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആണെങ്കിലും നമ്മളെ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാക്സിമം സ്റ്റോറേജും പിള്ളേർക്കുള്ള സ്റ്റഡിയൊക്കെ ആയിട്ടുള്ള ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള റൂം വേണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ തീമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യൂൺ സൈസ് ബെഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡിൻ്റെ ഒരു ഫിനിഷ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ അപ്പോൾസ്ട്രി കവേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ബെഡിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത ഏറ്റവും വലിയ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം സ്റ്റോറേജ്. അപ്പോൾ ഈ ഒരു വാൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പണിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ എൻറ്റയർ വാൾ നമ്മൾ സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിൽ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഫോർമാറ്റിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഡീറ്റെയിലും വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PVC ബോർഡ്, പ്ലൈവുഡ് അതുപോലെ തന്നെ ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എല്ലാം ഫാക്ടറി പ്രസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റിംഗ് കം സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹിൽ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് അതുപോലെ തന്നെ നേരെ നമ്മൾ ആ ഒരു കട്ടിലിൽ അല്ലെങ്കിൽ ബെഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ആ വ്യൂ കിട്ടണം. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റഡി യൂണിറ്റാണ്. അപ്പോൾ സ്റ്റഡി യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡി ടേബിൾ, അതിൻ്റെ താഴെയായിട്ട് മാക്സിമം സ്റ്റോറേജസ്, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാക്സിമം സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഓപ്പൺ സ്റ്റോറേജ് ഒക്കെ വെച്ചു. അതുപോലെ തന്നെ ഓൾറെഡി ഇത്ര അധികം ബോക്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അടുത്തൊരു പ്രൊജക്ഷനായിട്ട് AC ഇരിക്കരുതെന്നുള്ളതുകൊണ്ട് നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ACനെയും കൺസീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ഫിനിഷിംഗ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ടോയ്ലറ്റിലേക്കുള്ള നമ്മുടെ ഒരു എൻട്രി ഡോർ വരുന്നത്. ഈ ഒരു റൂമിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്റ്റോറേജ് വേണം എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു 2 ഷട്ടർ വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് എൻറ്റയർ ലോഫ്റ്റ് നമ്മൾ സ്റ്റോറേജ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ സ്റ്റോറേജ്, അതിന് താഴെയായിട്ടൊരു ഡ്രോവേഴ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും നമുക്കൊരു മിറർ വേണം എന്നുള്ള റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മിറർ നമുക്ക് വേറെ ഏത് സ്റ്റോറേജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് ബെഡിലേക്ക് ഫേസ് ചെയ്യുന്നുള്ളൊരു കൺസേൺ വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഒരു അലുമിനിയം പ്രൊഫൈലൊക്കെ കൊടുത്തിട്ടാണ് ഒരു മിറർ ഈ റൂമിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഫോയർ സ്പേസിൽ നിന്ന് നമുക്ക് നേരെ ഇനി അടുത്ത ഒരു ലിവിംഗ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ലിവിംഗ് റൂമിലേക്കുള്ള ആ ഒരു വിഷ്വൽ പാർഷ്യൽ ഒന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. GI ട്യൂബും PVC ബോർഡിൽ പെയിൻറ്റ് ചെയ്തിട്ടുമാണ് നമ്മൾ ഈ ഒരു ഫിനിഷ് ഇവിടെ അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഇതൊരു ഓപ്പൺ പ്ലാനിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആക്ച്വലി അപ്പാർട്ട്മെന്റ് ഗുഡ് എർത്ത് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് ആണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓപ്പൺ പ്ലാൻ, നമുക്ക് അങ്ങ് അറ്റം നമ്മുടെ വ്യൂ, നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതെല്ലാം കാണാം. ഇത് ആക്ച്വലി ലിവിംഗ് കം ഒരു TV സ്പേസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു റീക്ലൈനർ വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇത്തരത്തിലുള്ള റീക്ലൈനർ പ്ലേസ് ചെയ്യുന്ന കാര്യമൊക്കെ ചെയ്തു. ഇവിടെ വന്ന് മാക്സിമം നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഡബിൾ ഹൈറ്റിൽ ഒരു ഷാൻഡിലിയർ വേണം എന്നുള്ളതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് നേരെ നോർമലായിട്ടുള്ള ഒരു 3 സീറ്ററും കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു L ഷേപ്പ് ലേ ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ TVയും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൂട്ടഡ് പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് പാനൽ
അല്ല, നമ്മുടെ ഈ ഒരു ഡിസൈനും കളറിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാനുവലി ചെയ്ത് PU പെയിൻറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ TV-ക്ക് നമ്മൾ PU പെയിൻറ്റ് ഫിനിഷഡ് ആയിട്ടുള്ള ഒരു കൺസോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് വാള ചെയ്ത് നമ്മൾ ഈ ഒരു ഇതിനെല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് പോലെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലറായിട്ട് ഫ്ലോർ ലേഔട്ട് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡേഴ്സുമായിട്ട് പ്രിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി തന്നെ നമ്മൾ ഇൻറ്റീരിയർ കൺസൾട്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ലേഔട്ടുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പാസേജ് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പാസേജിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വുഡൻ പ്ലാങ്ക്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബേസിക്കലി വിട്രിഫൈഡ് ടൈലാണ്. അതുപോലെ തന്നെ ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം എന്താ പറയുക പാസേജിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സീലിംഗിലും നമ്മൾ വിനീർ ഫിനിഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്കിനി അടുത്ത് കിട്ടുന്ന സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ ആക്ച്വലി നല്ല അടിപൊളിയായിട്ടാണ് ഗുഡ് എർത്ത് അതിനൊരു പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോഴേക്കും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കുള്ള ഒരു വ്യൂ വരും. നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു തരത്തിലുള്ള ഒരു ഡയറക്റ്റ് വ്യൂ കൊടുക്കാതെയാണ് ഇവിടുത്തെ ഒരു പ്ലാനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോറിഡോർ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ കോമൺ ടോയ്ലറ്റ് ഇരുന്ന സ്പേസ്. അപ്പോൾ ഇത് കൂടെയാണ് ആക്ച്വലി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മളിപ്പോൾ കയറുന്നത്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ബാൽക്കണിയിലേക്കാണ് എൻ്റർ ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് കൺവെൻഷണൽ ഡോറായിട്ടുള്ള ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഒരു ബൈഫോൾഡ് ആയിട്ടുള്ള ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്കൊരു മാക്സിമം സ്പേസ് കിട്ടുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ മെയിൻ ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെയായിരുന്നു നമുക്ക് ഈ രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കുക. അതുപോലെ തന്നെ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് സ്പേസും ഇത്തരത്തിൽ കിട്ടുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഈ ഒരു ഫോയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കിങ് സൈസ് കോട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാർഡ് വുഡും അതുപോലെ തന്നെ ഒരു റാറ്റിനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിൽ അതുപോലെ തന്നെ ക്വിഷൻഡ് ആയിട്ടുള്ള ബാക്ക് റെസ്റ്റൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു കട്ടിലിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക് വാൾ എന്ന് പറയുന്നത് നമ്മൾ വാൾ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിലേക്കുള്ള ഒരു മെയിൻ ഡിസൈൻ എലമെൻ്റ് ആയിട്ട് റാറ്റൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസൈൻ ഫീച്ചറായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്വിഷൻഡ് ആയിട്ടുള്ള ഒരു ബാക്ക് റെസ്റ്റൊക്കെ വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു തീമിനെ മാച്ച് ചെയ്തുകൊണ്ട് സർക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു സൈഡ് ടേബിൾ ഈ രീതിയിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് ഡീറ്റെയിൽ ഒക്കെ വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാർഡ്രോബിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ആ ഒരു സോളിഡ് വുഡും അതുപോലെ തന്നെ റാറ്റൻ ഇത് വാർഡ്രോബ് ആയതുകൊണ്ട് പൊടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സുമായിട്ട് സാൻഡ്വിച്ച് ചെയ്ത് ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എൽ ഷേപ്പിലുള്ള 4 ഷട്ടേഴ്സുള്ള വാർഡ്രോബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രസ്സർ യൂണിറ്റിലും നമ്മൾ സെയിം കളർ തീമൊക്കെ തന്നെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവിടെ മിററിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിററിന് ഇത്തരത്തിൽ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലൊരു സ്റ്റോറേജ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ ഡ്രസ്സറിൻ്റെ സൈഡ് യൂണിറ്റിൽ നമ്മൾ സെയിം ഡീറ്റെയിൽ തന്നെ ആ വുഡൻ ലാമിനേറ്റ് ഒക്കെ നമ്മൾ സിമിലർ ഷെയ്ഡ്സിലേക്ക് ആക്കി റാറ്റൻ ഡീറ്റെയിൽ വന്നു. ഇതും ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറേജ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഗുഡ് എർത്തിൻ്റെ കാലിക്കറ്റിലെ ബെയർ ഫുട്ട് ഓൺ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള ഒരു ആക്സസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോൺ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ഇത്തരത്തിലുള്ള നാച്ചുറൽ വുഡിൻ്റെ ഒരു ഡെക്കിംഗ് ഒക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈവനിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള ഈ ഒരു വ്യൂ നമ്മൾ ഈ ബാൽക്കണിയിൽ ഇരുന്ന് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിന്നും നമുക്ക് നേരെ ഈ ബാൽക്കണി ആക്സസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ പ്രെയർ ഏരിയ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഫിനിഷസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവിംഗ് റൂമിൽ യൂസ് ചെയ്ത സെയിം ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഫ്രെയിം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം വിനീർ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ PU പെയിൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോറേജസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് എഡ്ജ് ആയിട്ടുള്ള ഒരു എഡ്ജ് വേണം എന്നുള്ളതായിരുന്നു ഡൈനിങ് ടേബിളിന് ക്ലയൻറ്റ് പറഞ്ഞൊരു കൺസേൺ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിവാക എന്നുള്ള മരത്തിൽ ഏകദേശം 4 അടി വീതിയിൽ ലൈവ് എഡ്ജസിൽ ഏകദേശം 3 ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മളെ ബിയോണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ആ സെയിം വുഡൻ ലോഗ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം വുഡിൽ ഒരു ബെഞ്ച് വിത്ത് ബാക്ക് റെസ്റ്റ് നമ്മൾ ചെയ്തെടുത്തു. അതിൻ്റെ ലെഗ്സ് നമ്മൾ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിഷൻഡ് ആയിട്ടുള്ള 3 ചെയേഴ്സാണ്
നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുഡ് എർത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയുടെയും ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഡെക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള 2 സീറ്ററൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഭംഗിയായിട്ട് ഈ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിംഗിൾ യൂണിറ്റിൽ സ്റ്റോണിലുള്ള ഒരു വാഷ് കൗണ്ടറൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഈ ഒരു വാൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർ വാൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാൾ പേപ്പറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗ് റൂമിനും ഡൈനിങ് റൂം സ്പേസിനും ഒക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്ത ഒരു സെയിം ഫിനിഷ് തന്നെയാണ് നമ്മളിവിടെ കൺസോളിൽ യൂസ് ചെയ്തത്. ഈ കൺസോളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2.5 മീറ്റേഴ്സ് ലെങ്ത് ഉള്ള മൊത്തം സ്ലൈഡേഴ്സ് വെച്ചിട്ടുള്ള PU ഫിനിഷ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. ഇതിൻ്റെ ചെയേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആഷ് വുഡിലാണ്. അതിൻ്റെ രസമായിട്ടുള്ള ടെക്സ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ നേരെ സൈഡിലായിട്ട് നമ്മുടെ സ്റ്റോറേജിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഈ സൈഡിലേക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വെർട്ടിക്കൽ സ്റ്റോറേജ് അതിൽ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഫ്ലൂട്ടഡ് പാനിലൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ഒരു സ്റ്റോറേജ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ കൺസേൺ കിച്ചൺ ഭയങ്കര ചെറുതായി പോയെന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഐലൻഡ് കൗണ്ടർ ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്പേസിൽ ചിലപ്പോൾ ഐലൻഡ് കൗണ്ടർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രാംഡ് ആയി പോകുന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ ഐലൻഡ് കൗണ്ടർ ഒഴിവാക്കി ഇത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ L ഷേപ്പിലാണ് നമ്മുടെ കൗണ്ടർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറേജും നമ്മുടെ ഫ്രിഡ്ജും ഒക്കെയാണ് ഒരു സൈഡിൽ വന്നിട്ടുള്ളത്. പ്രോപ്പറായിട്ട് വെന്റിലേഷനും ഗ്യാപ്സും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫ്രിഡ്ജസിന് ഇത്തരത്തിലുള്ള കൺസീൽഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ നമ്മളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പാൻട്രി യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു ഷട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജസ് ആണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചൺ എടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ കൺസേൺ മാക്സിമം സ്റ്റോറേജ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ലോഫ്റ്റ് സ്റ്റോറേജ് വെച്ചിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കിച്ചൻ്റെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ലൂഡ് WPC വെച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കിച്ചൺ നമ്മൾ കാർക്കേസ് ചെയ്തിട്ടുള്ളത്. ഫിനിഷസ് എല്ലാം നമ്മൾ ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ അകത്ത് നമ്മൾ PU പെയിൻറ്റുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കിച്ചൺ വർക്ക് ട്രയാങ്കിൾ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. നമ്മുടെ സിങ്ക് ഇവിടെയാണ് വരുന്നത്, നമ്മുടെ സ്റ്റവ് ഇവിടെയാണ് വരുന്നത്, നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം ഈ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ഒരു കിച്ചൺ വർക്ക് ട്രയാങ്കിൾ ഭംഗിയായിട്ട് ഇവിടെ നടക്കും. അതുപോലെ തന്നെ എൻ്റയർ കാര്യങ്ങൾ സ്റ്റോറേജ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഷട്ടർ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ കൗണ്ടർ അല്ലെങ്കിൽ മീറ്റർ എല്ലാം വരുന്നത്. അപ്പോൾ അതിനെ ആക്സസ് ചെയ്യാനും അതിന് വെന്റിലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് CNC ഒക്കെ ചെയ്തിട്ടാണ് ആ ഷട്ടറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ എൻ്റയർ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസീൽഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു ഓവനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എയർ ഫ്രയർ എന്നുള്ള ഒരു സ്പേസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രോവേഴ്സും സ്റ്റോറേജ് യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം അല്ലെങ്കിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം നമുക്ക് വാങ്ങാനുള്ള അപ്ലയൻസസും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് എല്ലാം മേടിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്തൊരു കാര്യം. എന്നാൽ ഇത്തരത്തിൽ കറക്റ്റായിട്ട് നമുക്കെല്ലാം ഒരു ഇൻബിൽറ്റ് ഫോർമാറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു കിച്ചണിന് വർക്ക് ഏരിയയ്ക്ക് വരുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ അടുത്ത റിക്വയർമെൻ്റ് ആയിരുന്നു ഇത്തരത്തിലുള്ള അയണിങ് സ്പേസ്. നമ്മൾ ഇങ്ങനെയാണ് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ആയിട്ട് നമുക്ക് അൺഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ നമ്മൾ മാക്സിമം യൂട്ടിലിറ്റി, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വലിയ സ്റ്റോറേജ് കൊടുത്തു. വിക്കർ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്ന വേണ്ടിയിട്ടുള്ള വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഷട്ടേഴ്സൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് എർത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയ്ഡിനൊക്കെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നേരെ ലിവിംഗ് റൂമിൽ പോവാതെ നേരെ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും. അതുപോലെ നമ്മളൊരു ഡിഷ് വാഷറിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും നമ്മൾ മാക്സിമം സ്റ്റോറേജ് എല്ലാം വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ കൺസീൽഡ് ആക്കി തന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റോളർ ഷട്ടറിൽ സ്റ്റോറേജ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ചൂല് കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സ്ലീക്കായിട്ട് നമ്മുടെ പൈനാപ്പിൾ ടീമാണ് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ. ഇതൊരു ഡ്യൂപ്ലേ ആണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റൂംസ് ഒരു ലിവിംഗ് സ്പേസും അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റെയർ കേസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഗുഡ് എർത്തിൻ്റെ ടീമാണ് ഈ സാധനങ്ങളെല്ലാം സ്റ്റീൽ ആൻഡ് വുഡ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിലെ കാര്യങ്ങൾ കാണാം. ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഭംഗി നമുക്ക് ആക്ച്വലി ആസ്വദിക്കാൻ പറ്റും. കണ്ടോ, ഈ രീതിയിൽ അടിപൊളി സീനിക് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലുള്ള റൂം നമ്മുടെ ടെറസിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വ്യൂസ് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് പോയി കാണാം. മുകളിലെ ബെഡ്റൂംസ് നമ്മൾ ഏറ്റവും
മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ബേസിക് ആയിട്ട് നമുക്കൊരു ക്വീൻ സൈസ് ബെഡുള്ളത്, അതിൻ്റെ ഹെഡ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾസ്ട്രി കുഷൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു സൈഡ് ടേബിൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 ഷട്ടറുള്ള ഒരു വാർഡ്രോബ്, ഇതിനെല്ലാം നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗുഡ് ഹെർത്തിലെ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സീനിക് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ്. ഈ രീതിയിൽ നമുക്ക് ബാൽക്കണിക്ക് ഇറങ്ങാം, നമ്മളെ ബെഡിലൊക്കെ കിടന്നിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഈ ഒക്കെ വ്യൂ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഒരു അപ്പർ ഫ്ലോറിലുള്ള ഈ ഒരു പാസേജിലേക്ക് എത്തുക. ഈ പാസേജിൽ നിന്ന് നമുക്ക് നമ്മുടെ അപ്പർ ലിവിംഗിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട്. ബേസിക്കലി ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് അവർ കുറച്ച് ബുക്സും ഒരു സ്റ്റോറേജും ഒരു വിഷ്വൽ പാർട്ടീഷൻ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പർ ലിവിംഗ് റൂമിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഗുഡ് ഹെർത്തിന്റെ പ്ലാനിങ്ങിലുള്ള ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിന്റെ ബ്യൂട്ടി ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഷാൻഡിലിയർ ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്ലയൻറ്റ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് മുകളിൽ ഉണ്ടായിരുന്ന ഒരു റിക്വയർമെൻറ്റ്, ഭയങ്കര ഡീറ്റെയിൽ റിക്വയർമെൻ്റ് ഒന്നുമല്ല, ക്ലയൻറ്റിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ, ഗ്രൂപ്പായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിറർ വേണം, ഒരു വലിയ മിറർ വേണം എന്നുള്ള റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇത്തരത്തിലുള്ള വലിയൊരു മിറർ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കൂടാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സോഫ സ്പേസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബാക്ക് റെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ചൊരു കോസി ആയിട്ടുള്ള ഒരു സോഫയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടത്തെയും അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വ്യൂ തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമ്മുടെ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ തന്നെ നമ്മുടെ സോളിഡ് ഹാർഡ് വുഡ് വെച്ചിട്ടുള്ള ഒരു പാനലിംഗ് ഒക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നത്. നമുക്ക് ഒരു ബെഡ്റൂം കൂടെ ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ മെയ്ഡ് റൂം വരുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ആക്ച്വലി ഒരു ബ്രിഡ്ജ് പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവർ. അതായത് നമുക്ക് ഫോയറിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് കാണാം, അതുപോലെ തന്നെ ലിവിങ്ങിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് കാണാം. ഇനി നമ്മുടെ ഈ ഒരു ബെഡ്റൂം, അതായത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത ലാസ്റ്റ് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ നിന്ന് ചെറിയൊരു തീമിൽ മാത്രമേ ഡിഫറൻസ് വരുത്തിയിട്ടുള്ളൂ. സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റർ പിങ്ക് ഷെയ്ഡിലാണ് നമ്മൾ ഇവിടുത്തെ ഒരു ബാക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റൂമിൽ ബാൽക്കണി ഒന്നും വന്നിട്ടില്ല, നമുക്ക് നേരെ ഒരു വിൻഡോ ഉള്ളത്. ഇവിടെ വാർഡ്രോബ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം കളർ തീമിൽ നമ്മൾ 3 ഷട്ടറിലായിട്ട് വാർഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. ക്ലയൻസ് ആണ് നമ്മളെ കൂടി ഇരിക്കുന്നത്, ഡോക്ടർ ജിജോ, ഡോക്ടർ സൗമ്യ. അപ്പോൾ ക്ലയൻസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇവരെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് കൂടെയാണ്. അങ്ങനെ ഒരു ഹൈലൈറ്റ് കൂടെ ഈ പ്രൊജക്റ്റിനുണ്ട്. ജിജോ ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്, സൗമ്യ ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബേസിക്കലി പ്ലാസ്റ്റിക് സർജറി കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം വൈഫിന് ഒബ്വിയസ്ലി ഒരുപാട് കസ്റ്റമൈസേഷൻസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോ അതെല്ലാം എക്സാക്ട്ലി നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിജയം. അപ്പോൾ പലപ്പോഴും നമ്മളെ ക്ലയൻസുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭയങ്കര ഹയർ ചെയ്ത ഒരാളെന്ന് പറയുന്ന ഒരു മോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ്, കാരണം ചിലപ്പോൾ ഒത്തിരി ചേഞ്ചസ് വേണ്ടി വരും, ചിലപ്പോൾ ഇംപ്രവൈസേഷൻസ് വേണ്ടി വരും, ചിലപ്പോൾ ചെയ്ത സാധനം തന്നെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് ആർക്കിടെക്റ്റ് എന്നുള്ളതിലുപരി ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ക്ലയൻസ് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഉണ്ടാവുന്നത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ആളുകളായതുകൊണ്ട് ആദ്യം ഒരു പ്രൊജക്റ്റിനെ പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടിനുവിൻ്റെ വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സലൻറ്റ് ടീമുണ്ടാണ് ഇവിടെ, പൈനാപ്പിൾ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് തരത്തിലുള്ള കസ്റ്റമൈസേഷൻസ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രീഫിക്സ്ഡ് പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വളരെ കോപ്പറേറ്റീവായി നമ്മുടെ കൂടെ നിന്ന് അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് അതങ്ങനെ ചെയ്യാമെന്ന് പറയും, നെഗറ്റീവാണ് അതിൽ പ്രോബബ്ലി നല്ലതല്ലാന്ന് തോന്നുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്ത് അത് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ പൈസ കൊടുത്ത് പറയിക്കുകയാണോ എന്നുള്ള തെറ്റിദ്ധാരണ കാണുന്ന ആളുകൾക്ക് വരും. ഈ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്തു വന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മളൊരു എൻ്റയർ ടീം വർക്കിൻ്റെയും അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.